ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് ചലഞ്ചുകളിൽ ഒന്നാണ് അയൺമാൻ ചലഞ്ച്. ഈ ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. തനിക്ക് 18 വയസ്സ് തികയുന്ന അതേ ദിവസം തന്നെ ഈ അയൺമാൻ ചലഞ്ചിൽ പങ്കെടുത്ത് മികച്ച വിജയം സ്വന്തമാക്കിയ ഒരു മലയാളിയുണ്ട് ഇങ്ങ് UAE-യിൽ. മലപ്പുറം സ്വദേശി ശ്രീദത്ത്. അയൺമാൻ ചലഞ്ചിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ ശ്രീദത്തിനെ ഒന്ന് പരിചയപ്പെടണം. അയൺമാൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. മികച്ച ശാരീരികക്ഷമതയും അർപ്പണബോധവുമുള്ളവർ മാത്രം വിജയിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ ചലഞ്ചുകളിൽ ഒന്ന്. ഓട്ടത്തിലും നീന്തലിലും സൈക്ലിങ്ങിലും ഒരേപോലെ മികവ് ആവശ്യമുള്ള ഇടവേളകളില്ലാതെ കായികക്ഷമത തെളിയിക്കേണ്ട മത്സരത്തിന് ഈ മലപ്പുറം സ്വദേശി നെഞ്ചു വിരിച്ചിറങ്ങിയത് തനിക്ക് 18-ാം വയസ്സ് തികയുന്ന ദിവസത്തിൽ. ഇതുവരെ ഒരു മലയാളിയും കൈവരിച്ചിട്ടില്ലാത്ത ഈ നേട്ടം സ്വന്തമാക്കിയ ഈ ശ്രീദത്ത് ആള് ചില്ലറക്കാരനല്ല. The day before the race, I had so many doubts that whether I'll complete the race, will anything happen to my bike, or what will happen to me. But then the moment I finished the race, was another feeling. I started crying and stuff, and then I forgot about the pain I had the moment I crossed, and then till I received the medal, I didn't feel any pain, and it was one of the best memories I've ever had in my entire life. ഈ പുഞ്ചിരിക്ക് പുറകിൽ വർഷങ്ങളുടെ നീണ്ട അധ്വാനമുണ്ട്, ചിട്ടയായ പരിശീലനമുണ്ട്. കുഞ്ഞുനാൾ മുതൽ കായിക മേഖലയിൽ തന്നെയായിരുന്നു ശ്രീദത്തിന്റെ താല്പര്യം മുഴുവൻ. മകന്റെ ഇഷ്ടം കൃത്യമായി മനസ്സിലാക്കിയ മാതാപിതാക്കൾ മകന് ദുബായിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പരിശീലനം എല്ലാ വിഭാഗങ്ങളിലും നൽകി. 6-ാം വയസ്സ് മുതൽ പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം വിജയക്കൊടി പാറിച്ചായിരുന്നു ശ്രീദത്തിന്റെ യാത്ര. 11-ാമത്തെ വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മിടുക്കൻ. ഫസ്റ്റ് കരാട്ടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഹി വാസ് ഡൂയിങ് വെരി വെൽ. പിന്നെ ഒരു 2-ാം ക്ലാസ് 3-ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ അവരെ ഫുട്ബോളിലെടുത്തു. സോ ഹി വാസ് ഷോയിങ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അപ്പം അന്ന് മനസ്സിലായി ദാറ്റ് ഈസ് വിൽ ബി ഹിസ് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കുറേ വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിൽ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബെറ്റർ വി തോട്ട് മോർ ദാൻ ദ ഗ്രൂപ്പ് ഗെയിം ബെറ്റർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റിലായിരിക്കും നല്ലതെന്ന് തോന്നി. സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തു വന്നപ്പോൾ ഹി വാസ് ഷോയിങ് വെരി ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സ്വിമ്മിങ് ആൾസോ. അങ്ങനെ പിന്നെ ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഗോൺ. പിന്നെ ഓരോ നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ. ഇപ്പോൾ ഒരു അത്ലറ്റിക്സിൻ്റെ ടീച്ചറാണ് കണ്ടത് ഹി ക്യാൻ ഡു ലോങ് റൺ. അപ്പോൾ ടീച്ചർ സജസ്റ്റ് ചെയ്തു വൈ ഡോണ്ട് യു പുട്ട് ഇൻ ലോങ് റൺ. അങ്ങനെ ചെറിയ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഇവൻറ്റ് തന്നെ അവന് മെഡൽസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നൗ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് എസ് ഫീൽഡ്. പഠനത്തോടൊപ്പം കായിക ഇനങ്ങളിൽ പരിശീലനം തുടരുന്നത് അങ്ങനെയാണ്. ആദ്യം ഫുട്ബോളിലും പിന്നീട് നീന്തലിലേക്കും ഓട്ടത്തിലേക്കുമെല്ലാം ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ശ്രീദത്തിന്റെ കഴിവ് കൃത്യമായി മനസ്സിലാക്കി പുതിയ വാതിലുകൾ തുറന്നു നൽകിയത്. തുടർന്ന് 14-ാം വയസ്സ് മുതൽ ട്രയാത്ലോൺ പരിശീലനത്തിലേക്ക് ശ്രീദത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും തുടങ്ങി. When I was 6 years old, I started karate and all, and then I was more into football. I was playing football for a while, and then when I was 12 years old, I stopped football, and then I continued swimming because my coach from my school, Dasan sir, suggested me to do swimming. And then I was training for swimming for 1 year, and then there was a Filipino coach named Shomer coach. He suggested me to do triathlon because that time I was into running also. So I used to do 3K, 5 kilometers. So he told I should come into triathlon and then start do that sport. So from the age of 14, I started my triathlon career.
മലയാളി കായിക പ്രേമികളുടെ UAE-യിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിൽ ഒന്നായ കേരള റൈഡേഴ്സിലെ അംഗങ്ങളെ കണ്ടുമുട്ടിയതാണ് ശ്രീദത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കൂട്ടായ്മയിലെ നാസറിന്റെയും മോഹൻദാസിന്റെയും ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കുറച്ചൊന്നുമല്ല ഈ മേഖലയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ശ്രീദത്തിനെ സഹായിച്ചത്. We met a person from Kerala Riders. His name is Nasir, and he taught me what were the rules, the things I needed, what I required and stuff. And then I did my first race, and then the first race got me interested into this sport. കൃത്യമായ പരിശീലനം ഒന്നു മാത്രമാണ് ശ്രീദത്തിന്റെ വിജയങ്ങൾക്ക് പുറകിലെ പ്രധാന രഹസ്യം. ഓരോ ദിവസവും പ്രത്യേകം ഇനങ്ങളടക്കം നിശ്ചയിച്ചാണ് പരിശീലനം നടത്തുക. പൂർണ്ണമായും മനസ്സും ശരീരവും അർപ്പിച്ചുള്ള തപസ്. The preparation required is I train 6 days a week, almost 3 to 4 hours daily, every day. So my schedule will always be like 2 days of cycling, where one day will be mostly sprint session and the other day will be long rides, like more than 80 kilometers of cycling. And then for the swim, one day will be mostly on technique and sprints and stuff, and the other day will be more of endurance, where we swim more than 4K, 5K. And then my run also will be 3-day session. So one day will be mostly for strength session, where I develop the strength of all my muscles, and the second one will be more of short sprints and like 400 meter sprints and sets like that. And the other day of running will be long runs, like more than 15K of running. അങ്ങനെ ജർമ്മനിയിലെ ഹാംബർഗിൽ നടക്കുന്ന അയൺമാൻ ചലഞ്ചിൽ ഇത്തവണ പങ്കെടുക്കാൻ ശ്രീദത്ത് തീരുമാനിച്ചു. ഇടവേളകളില്ലാതെ സ്വിമ്മിംഗ്, സൈക്ലിംഗ്, റണ്ണിംഗ് എന്നിവ നിശ്ചിത സമയത്തിൽ ചെയ്തു തീർക്കുക എന്നതാണ് വെല്ലുവിളി. ഈ മാസം 2-നാണ് മത്സരം നടന്നത്. 18 വയസ്സ് തികയുന്ന ദിവസം. ഒന്നും നോക്കിയില്ല, മത്സരിക്കാൻ ഇറങ്ങി. 4 കിലോമീറ്ററോളം നീന്തി, 180 കിലോമീറ്റർ സൈക്ലിംഗ് നടത്തി, 42 കിലോമീറ്ററിലധികം ഓടി. ശ്രീദത്ത് നിശ്ചിത സമയത്തിനും എത്രയോ മുൻപ് ഫിനിഷ് ചെയ്തപ്പോൾ പിറന്നത് റെക്കോർഡാണ്. ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് ചലഞ്ചായ അയൺമാൻ ചലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടമാണ് ശ്രീദത്തിനെ തേടിയെത്തിയത്. ലോകത്ത് ഇതുവരെ 2-3 പേർ മാത്രമാണ് ഇത്ര കുറഞ്ഞ പ്രായത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഈ വർഷം തന്നെ ചെയ്യണം എന്ന് ഇവനും അതിലൊരു വാശി ഉണ്ടാവാൻ കാരണം അത് ബർത്ത്ഡേയുടെ എന്നാണ്, 18th ബർത്ത്ഡേയുടെ എന്നാണ്. ഈ അയൺമാനിന് ഒരു റൂളുണ്ട്, മിനിമം ഏജ് ഈസ് 18 years old. അതായത് ഇഫ് ഈ ഫിനിഷ് ഓൺ 18th ബർത്ത്ഡേ നോബഡി ക്യാൻ ബ്രേക്ക് ദ റെക്കോർഡ്. അതാണ് അവനെ സംബന്ധിച്ചോളം അതായിരുന്നു ഏറ്റവും വലിയൊരു ഒരു മോട്ടിവേഷൻ. അതായത് യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ചാൻസ് അഗെയിൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അതിനേക്കാൾ കൂടെ നമുക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് നമ്മുടെ മോൻ അത് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ ഇൻ കേരളയിൽ ഫസ്റ്റാണ് ഒരു മലയാളി ആദ്യമായിട്ടാണ് ഈ 18th ബർത്ത്ഡേക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു കുട്ടി കൂടി ചെയ്തിട്ടുണ്ട് 18th ബർത്ത്ഡേക്ക്. വേൾഡ് വൈഡ് ഒരു കുട്ടി കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ബട്ട് ലൈക്ക് ഇഫ് നമ്മുടെ ഒരു വേൾഡിലൊരു മൂന്നാമത്തെ ഒരാൾ ആണ് നമ്മുടെ മകൻ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അയൺമാൻ പട്ടം സ്വന്തമാക്കി മലയാളികൾക്കാകെ അഭിമാനമായ ശ്രീദത്ത് പക്ഷേ ഇപ്പോഴും കഠിനമായ പരിശീലനത്തിൽ തന്നെയാണ്. ഇനിയും ഏറെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുണ്ടെന്നാണ് ശ്രീദത്ത് പറയുന്നത്. Ironman is over. Now I have to concentrate on short distance like sprint. So right now National Games is coming around October, November. So now I have to start my preparation for that.
Now, since it's a short distance, it'll be more of a sprint and less of long distance riding. Yeah, that's what. So I have to improve my speed and my endurance. ശ്രീദത്തിൻ്റെ യാത്ര തുടരട്ടെ. ഇനിയും മലയാളികൾക്ക് അഭിമാനമാവാൻ ഈ മിടുക്കന് സാധിക്കട്ടെ. ധാരാളം ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുന്ന നാടാണ് കുവൈറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്നത് പ്രവാസി മലയാളികളാണ് എന്നതാണ് ശ്രദ്ധേയം. ഇത്തവണ കുവൈറ്റിലുള്ള സിനിമാ പ്രേമികളെല്ലാം ചേർന്ന് ഒരുക്കിയ സ്പോട്ട് ഫിലിം ഫെസ്റ്റിവൽ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ആ കാഴ്ചകളിലേക്കാണ്. കുവൈറ്റ് ഫിലിം എൻതൂസിയാസ്റ്റ് സംഘടിപ്പിച്ച സ്പോട്ട് ഫിലിം ഫെസ്റ്റിവലിന് മികച്ച സ്വീകാര്യതയാണ് കുവൈറ്റിലെ സിനിമാ പ്രേമികളിൽ നിന്ന് ലഭിച്ചത്. പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് എന്ന് നിസ്സംശയം പറയാം. ക്വിക്ക് ഫ്ലിക്സ് എന്ന പേരിൽ KFE സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ദിവസമാണ് അനുവദിച്ചത്. കുവൈറ്റ് ഫിലിം എന്തൂസിയാസ്റ്റ് KFE എന്ന് പറയുന്നത് സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. മതമോ രാഷ്ട്രീയമോ വർഗീയമോ ഒന്നുമില്ലാത്ത ഒരു സ്വതന്ത്ര കൂട്ടായ്മ, സിനിമാ പ്രേമികളുടെ ഒരു കൂട്ടായ്മ. ഇപ്പോൾ മെയ് 31 ക്വിക്ക് ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു മെഗാ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് നമുക്ക് അഭിമാനമായ ഒരു മുഹൂർത്തമാണ്. കാരണം കുവൈറ്റിൽ എന്ന് മാത്രമല്ല GCCയിൽ തന്നെ സ്പോട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടത്തിയതാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു കാര്യമായിരുന്നു. കാരണം 24 മണിക്കൂറിന് അകത്ത് ഒരു സിനിമ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ചെയ്ത് സിനിമയാക്കി ഇറക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പോൾ അഭിനയ കളരികളും അതേപോലെ സാങ്കേതികമായിട്ടും അല്ലാതെയൊക്കെയുള്ള കളരികളും ഒക്കെ ഉള്ള കാര്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇനാക്ട് പോലുള്ള പ്രോഗ്രാം, ഇനാക്ട് 2023, ഫേസ് ടു ഫേസ്, ഇങ്ങനെയുള്ള പല പ്രോഗ്രാം നമ്മൾ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് മെഗാ പ്രോഗ്രാമായ ക്വിക്ക് ഫ്ലിക്സ് നടത്തിയത്. ക്വിക്ക് ഫ്ലിക്സ് എന്ന മെഗാ പ്രോഗ്രാം ജനങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. കുവൈറ്റിലെ കാർഷിക മേഖലയായ വഫ്രയിലെ വിശാലമായ ഫാം ഹൗസിലാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയത്. നിർമ്മാണം, എഡിറ്റിംഗ്, ഡബ്ബിംഗ്, മാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ദിവസം സമയം നൽകി. എല്ലാം സ്പോട്ടിൽ തന്നെ ചെയ്യുക എന്നത് ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് പഠനത്തിനും കൂടി അവസരം നൽകി. വഫ്രയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഏകദേശം 1.5 ഏക്കർ വരുന്ന ഒരു സ്ഥലം 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 16ഓളം വരുന്ന സിനിമാ പ്രവർത്തകർ അണിനിരന്നുകൊണ്ട് വളരെ വിപുലമായൊരു ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ അതിലെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകളുടെയൊക്കെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വരും നാളുകളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമായി തോന്നുകയാണ്. കുവൈത്തിൽ ആദ്യമായി നടന്ന സ്പോട്ട് ഫിലിം ഫെസ്റ്റിവലിന് ഡയറക്ടർ ജിനു എബ്രഹാം, ഛായാഗ്രഹകൻ സമീർ ഹക്ക് എന്നിവരാണ് ജൂറി മെമ്പേഴ്സായി എത്തിയത്. ഇത് അത്രയും ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ശരിക്കും ഒരു 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു ഫിലിം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പുറത്തെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അങ്ങനെ ഒരു ടാസ്ക്കാണ് ഞങ്ങൾ ഇവരെല്ലാവർക്കും കൊടുത്തിരുന്നത്, 16 ടീമുകൾക്ക് കൊടുത്തിരുന്നത്. പിന്നെ അതിനെ വിധി നിർണ്ണയത്തിന് വേണ്ടി നാട്ടിൽ നിന്നും സമീർ ഹക്ക്, പ്രസിദ്ധ ഛായാഗ്രഹകൻ സമീർ ഹക്ക്, തിരക്കഥാകൃത്തും സംവിധായകനുമായ ജിനോ അബ്രഹാം, ഇവർ രണ്ടുപേരുമായിരുന്നു വന്നിരുന്നത്. അഹമ്മദി DPS സ്കൂളിൽ വെച്ച് ഒരു മെഗാ ഇവൻറ്റോട് കൂടിയാണ് ഇതിൻ്റെ സമാപനം നടത്തിയത്. അതിൻ്റെ ഉദ്ഘാടനത്തിനായി നാട്ടിൽ നിന്നും പ്രശസ്ത അഭിനേത്രി റീമ കല്ലിങ്കിലും, കൂടാതെ മ്യൂസിക്കൽ ഇവൻറ്റിന് വേണ്ടി പെരിയോനെ എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധനായ ശ്രീ ജിതിൻ രാജും വന്നിരുന്നു. 12ഓളം അവാർഡുകൾ അന്ന് ഞങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. കൂടാതെ KFEയുടെ പ്രഥമ
രാമു കാര്യാട്ട് അവാർഡും ശ്രീ ബാബുജി ബത്തേരിക്കും സാങ്കേതിക മികവിനുള്ള സമഗ്ര സംഭാവന അവാർഡ് ശ്രീ ബിജു ഭദ്രയ്ക്കും നൽകുകയുണ്ടായി. ആകെ 16 എൻട്രികളാണ് സ്പോട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ലഭിച്ചത്. ഡിജിറ്റൽ ക്യാമറകളും മൊബൈൽ ക്യാമറകളും ചിത്രീകരണത്തിന് ഉപയോഗിക്കാൻ അവസരം നൽകിയിരുന്നു. ഔട്ട്പുട്ട് ഫുൾ HD ഫോർമാറ്റിലാണ് നൽകേണ്ടിയിരുന്നത്. അഭിനേതാക്കളും സാങ്കേതിക രംഗത്തെ പ്രവർത്തകരും ഉൾപ്പെടെ 200-ലധികം ആളുകൾ 24 മണിക്കൂർ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും പങ്കാളികളായി. ഈ ക്വിക്ക് ഫ്ലിക്സ് എന്ന സ്പോട്ട് ഫിലിം കോൺടെസ്റ്റിൽ 16ഓളം സിനിമകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മലയാളത്തിനോടൊപ്പം തന്നെ തെലുങ്കും തമിഴും എന്ന പ്രാദേശിക ഭാഷകളിൽ നിന്നും സിനിമകൾ വന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഓക്കെ, ടെക്നിക്കൽ ക്രൂവും അഭിനേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു 200ഓളം പേര് ഈ 16 ടീമുകളിലായിട്ട് നമ്മുടെ ക്വിക്ക് ഫ്ലിക്സ് എന്ന സ്പോട്ട് ഫിലിം കോൺടെസ്റ്റിൽ പങ്കെടുത്തു. ക്വിക്ക് ഫ്ലിക്സ് മെഗാ പ്രോഗ്രാമിന് പ്രശസ്ത ചലച്ചിത്ര താരം റിമ കല്ലിങ്കലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കെഫിയുടെ പ്രഥമ രാമു കാര്യാട്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കെഫി രക്ഷാധികാരി ജിനു വൈക്കത്ത് ബാബുജി ബത്തേരിക്ക് സമ്മാനിച്ചു. വിവിധ പ്രമേയങ്ങളിലായി തയ്യാറാക്കപ്പെട്ട 16 ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മികച്ച അനുഭവമാണ് നൽകിയത്. പരിമിത സൗകര്യത്തിലും വ്യത്യസ്ത നാടുകൾ റീക്രിയേറ്റ് ചെയ്യുന്നതിൽ കുവൈത്തിലെ കലാ സംവിധായകരും മികവ് പുലർത്തിയതായി ഓരോ സിനിമകളിലും കാണാം. മലയാളം കൂടാതെ തെലുങ്ക്, തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിലും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. 3 മുതൽ 4 മിനിറ്റ് വരെ സമയമാണ് ചിത്രങ്ങൾക്ക് ദൈർഘ്യം നൽകിയിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മാത്രം റോയൽറ്റി ഫ്രീ ഓഡിയോ ഉപയോഗിക്കുന്നതിനുള്ള അവസരം നൽകിയിരുന്നു. ഡബ്ബിങ്ങിനായി പ്രത്യേക സജ്ജീകരണം സംഘാടകർ തന്നെ ഒരുക്കി. ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും 24 മണിക്കൂറിൽ സ്പോട്ടിൽ തന്നെയാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന സിനിമാ പ്രേമികളായി 250ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് നിലവിൽ കെഫി. തുടർന്നും സിനിമയുടെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള ആസൂത്രണത്തിലാണ് തങ്ങളെന്ന് കെഫി കുവൈറ്റ് ഭാരവാഹികൾ പറയുന്നു. മരുഭൂമിയെ സ്വർഗമാക്കി തീർക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. സൗദിയിൽ താമസിക്കുന്ന വടകര സ്വദേശിയായ അബ്ദുൽ നാസറും കുടുംബവും തൻ്റെ വീട്ടുവളപ്പ് ഒരു വലിയ പച്ചക്കറി തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. സൗദിയിലെ പ്രവാസി മലയാളികൾക്കെല്ലാം പ്രചോദനമാണ് ഈ കുടുംബം. മരുഭൂമിയിൽ മലയാളി കുടുംബം തീർത്ത ഒരു ഹരിതഭൂമിയുടെ കാഴ്ചയാണിത്. പ്രവാസ ജീവിത തിരക്കുകൾക്കിടയിലും ഗൾഫ് മലയാളികളുടെ നഷ്ടസ്വപ്നങ്ങളെ തന്റെ ജീവിത പരിസരങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് വടകര തിരുവള്ളൂർ സ്വദേശിയായ അബ്ദുൽ നാസറും ഭാര്യ അസ്മയും. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെ കാഴ്ചകൾ അപൂർവതകൾ നിറഞ്ഞതാണ്. മുപ്പത്തിരണ്ട് വർഷം മുൻപാണ് അബ്ദുൽ നാസറും കുടുംബവും സൗദിയിലെ അൽ ഹസയിൽ എത്തുന്നത്. എന്നാൽ 5 വർഷം മുൻപ് ദമാം അബ്ദുല്ല ഫുആദിലേക്ക് താമസം മാറിയതോടെയാണ് തങ്ങൾ ഏറെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നത്തിന് അനുയോജ്യമായ ഇടം കൂടിയാണിതെന്ന് മനസ്സിലാക്കുന്നത്. 5.5 സെന്റ് വസ്തുവുള്ള വീട്ടിലേക്ക് ഇവർ താമസം മാറുമ്പോൾ ഇതുപോലെ അപൂർവതയെ ചേർത്തു വെക്കാനാകുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ല. വീടിന് മുന്നിലെ തരിശുനിലം കുത്തിക്കിളച്ച് വിത്തുപാകി പൂക്കളും ചെടികളും പച്ചക്കറികളും ഒക്കെ വളമിട്ട് നട്ടുനനച്ച് പരിപാലിച്ചപ്പോൾ പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം മലയാളി മണ്ണിന്റെ പ്രിയത്തോടെ അവയും അറബ് മണ്ണിലും വളർന്നു തുടങ്ങി. അതോടെ ഹരം കയറിയ ഈ കുടുംബം മാങ്ങ, വാഴ, ചീനി, മത്തങ്ങ മുതൽ സൂര്യകാന്തി പൂവും റോസാപ്പൂവും വരെ നട്ടുപിടിപ്പിച്ചു. തക്കാളിയാണ് നാസറിന്റെ ഈ പച്ചക്കറിത്തോട്ടത്തിലെ താരം. സൗദി തക്കാളി, നാടൻ തക്കാളി, മുന്തിരി തക്കാളി എന്നിങ്ങനെ തുടങ്ങി മനോഹരമായ 7 തരം തക്കാളികളുണ്ട് ഇവിടെ. ഇത് കൗതുകത്തോടെ കാണാനെത്തുന്ന സന്ദർശകരും ഏറെയാണ്. പയർ, കരിവേപ്പില, ചേമ്പ്, പപ്പായ ഇങ്ങനെ നീളുന്നു നാസറിന്റെയും അസ്മയുടെയും പച്ചക്കറിത്തോട്ടത്തിലെ വിഭവങ്ങളുടെ നീണ്ട നിര.
ജോലി കഴിഞ്ഞെത്തിയാൽ പിന്നെ നാസറും കുടുംബവും ഈ പച്ചപ്പിനരികെ തന്നെ ഉണ്ടാകും. വെള്ളമൊഴിച്ചും ആവശ്യമായ വളങ്ങൾ ചേർത്ത് കൊടുത്തും പച്ചക്കറി കൃഷി പരിപാലനത്തിലായിരിക്കും ഇവർ. നാട്ടിൽ നിന്നും സന്ദർശക വിസയിലെത്തിയ ഉമ്മയും 2 പെങ്ങന്മാരും കൂടി ഇപ്പോൾ സഹായത്തിനുള്ളതിനാൽ കാര്യങ്ങൾ ഏറെ എളുപ്പമാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന പഴമൊഴിയാണ് ഗൾഫിൽ ഒഴിവു സമയം വെറുതെ കളയുന്നവരോട് നാസറിന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും പറയാനുള്ളത്. പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും വിളവെടുക്കാൻ തുടങ്ങുന്നതോടെ വീട്ടിലേക്കുള്ള സന്ദർശകരുടെ വരവും ആരംഭിക്കും. ആരെയും നാസറും കുടുംബവും വെറും കൈയോടെ തിരികെ അയക്കാറില്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള പച്ചക്കറികളും സമ്മാനമായി നൽകിയാണ് യാത്രയാക്കാറ്. വൈകുന്നേരത്തെ ചങ്ങാതിമാരോടൊപ്പമുള്ള സ്വറപറച്ചിലും ഈ പച്ചപ്പിന്റെ അരികത്ത് തന്നെയാണ്. തണുത്ത കാറ്റും കിളികളുടെ പാട്ടും ചിറകടിയൊച്ചയും ഒക്കെയായി ഈ പച്ചപ്പിനരികെ മനോഹരമായ ജീവിതം ആസ്വദിക്കുകയാണ് അബ്ദുൽ നാസറും ഭാര്യ അസ്മയും. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.